നാട്ടുകൾ വിഷന്റെ ന്യൂസ് അറ്റ് 7 വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. കൂടുതൽ വാർത്തകൾക്കായി നാട്ടുകൾ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പള്ളിക്കുറുപ്പ് ശബരി ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ച് നടന്ന KPSTA മണ്ണാർക്കാട് ഉപജില്ലാ സമ്മേളനം സമാപിച്ചു. സമ്മേളനം KPCC സെക്രട്ടറി P. ഹരിഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ഭിന്നശേഷി വിഷയം പരിഹരിക്കാതെ അനന്തമായി നീട്ടിവെച്ച പൊതുവിദ്യാലയങ്ങളെ സർക്കാർ തകർക്കുകയാണെന്ന് അഖിലേന്ത്യാ അധ്യാപക സംഘടനയുടെ സീനിയർ വൈസ് പ്രസിഡന്റ് P. ഹരിഗോവിന്ദൻ പറഞ്ഞു. നിയമനാംഗീകാരവും ശമ്പളവുമില്ലാതെ ആയിരക്കണക്കിന് അധ്യാപകരുടെ ഭാവി അനിശ്ചിതത്തിലാക്കിയെന്നും അധ്യാപകരെ പല തട്ടിലാക്കിയെന്നും ഇത് കുട്ടികളുടെ പഠനാവകാശത്തെ സാരമായി ബാധിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ മണ്ണാർക്കാട് ഉപജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്ഷാമബത്ത കുടിശ്ശിക, ഉച്ചഭക്ഷണ പദ്ധതിയിലെ പ്രശ്നങ്ങൾ, പങ്കാളിത്ത പെൻഷൻ തുടങ്ങി അധ്യാപകർ നേരിടുന്ന നിരവധിയായ പ്രശ്നങ്ങളിൽ നിന്ന് സർക്കാർ ഒളിച്ചോടുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സബ് ജില്ലാ ബ്രാഞ്ചിൻ്റെ സെക്രട്ടറി ആക്കുന്നതിന് വേണ്ടി തച്ചമ്പറ ബ്രാഞ്ചിനെ മുറിച്ചു. അങ്ങനെ കാരാകുറിശി നേതാവ്, ഞങ്ങളുടെ നേതാവ് ശാന്തകുമാര ടീച്ചറാണ്. ബാലുവൊക്കെ ഉണ്ടെങ്കിലും ഷാഫ്ര മുതലേ ഉണ്ടായിരുന്നു. ഒരവസരം കിട്ടിയപ്പോൾ ആദ്യം നമ്മളത് ചെയ്തതാണ്. കാരണം KPST PST ഒന്നായി, KPSTU ആയി, പിന്നെ KPSTA ആയി. KPSTA കൂടി ആയപ്പോൾ KPSTU ആയപ്പോൾ ഈ കൊല്ലംകോട്ടുകാരോടും ആലത്തൂർക്കാരോടും എനിക്ക് വലിയ പ്രയാസം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് മണ്ണാക്കാട്ടിൽ നിന്ന് പോകുമ്പോൾ വലിയ 2 ഉപജില്ല, അത് ഒന്ന് കൊല്ലംകോടും പിന്നെ ആലത്തൂരാണ്. അവിടെയാണ് മെമ്പർഷിപ്പ് കൂടുതൽ. ചുറ്റും ചെറിയ ഉപജില്ല, 100 താമസമുള്ളൂ. അതങ്ങളുടെ ഗ്രൂപ്പ് ഇന്നിപ്പോൾ ഞങ്ങൾ ചെർപ്പശ്ശേരി ഉപജില്ലയിൽ നിന്നാണ്. ചെർപ്പശ്ശേരി ഉപജില്ലയിൽ നിറഞ്ഞ് കവിഞ്ഞ ആളുകളാണ്. ഒരു മനോഹരമായ 90 ലക്ഷം രൂപ മുടക്കി മനോഹരമായ കെട്ടിടം ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിൻ്റെ മുകളിലത്തെ ഹാളിന് ഉമ്മൻചാണ്ടി ഹാൾ എന്ന നാമകരണം ചെയ്തെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പോയി. ഇപ്പോൾ സംഘടനാ ബോധം വളർത്തിയെടുക്കുന്ന കാര്യത്തിൽ ഞാൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്ക് പറ്റിയ പിഴവാണോ എന്ന് ഞാൻ പോലും സംശയിക്കുകയാണ്. കാരണം തലമുറ കൈമാറിയത് കെടാതെ നമ്മൾ സൂക്ഷിക്കുന്നു പറഞ്ഞ് തലമുറയ്ക്ക് കൈമാറേണ്ടതാണല്ലോ സ്പിരിറ്റ്. പഴനി മാഷൊക്കെ എനിക്ക് തന്നൊരു സ്പിരിറ്റ് എൻ്റെ അടുത്ത തലമുറയ്ക്ക് എനിക്ക് കൈമാറാൻ കഴിഞ്ഞിട്ടില്ല എന്ന കുറ്റബോധത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞാൻ നമ്മുടെ നൗഷാദ് ബാബുവിനെ KPSTയുടെ യൂത്ത് ഫോറം ഉണ്ടായപ്പോൾ സംസ്ഥാന ഫോറം ചെയർമാനൊക്കെ ആക്കി. പക്ഷേ അവനതിലല്ല താല്പര്യം. പക്ഷെ അതുകൊണ്ട് പോകാൻ പഞ്ചായത്ത് ദിവസം ഉണ്ടായി, അത് വേറെ കാര്യം. പഴനി മാഷയ്ക്ക് പഞ്ചായത്ത് ദിവസം ഉണ്ടാകാൻ പറ്റിയില്ല. അപ്പം നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഇതൊക്കെ എങ്ങനെ കിട്ടണമെന്ന് അറിയില്ല. മണികണ്ഠനാണ് ശാന്തകുമാര ടീച്ചർക്ക് ശേഷം, പിന്നെ ബാലു, രാമകൃഷ്ണൻ മാഷും നമ്മുടെ മുകുന്ദൻ മാഷും മണികണ്ഠനും ഒക്കെ ടീമായിരുന്നു. നമ്മൾ നല്ലൊരു യൂണിറ്റായിരുന്നു പള്ളിക്കുറുപ്പ് യൂണിറ്റ്. കലോത്സവമൊക്കെ നടക്കുമ്പോൾ ഫുഡ് കമ്മിറ്റി പള്ളിക്കുറുപ്പുകാരെ എത്തിക്കുക അല്ലേ, ഋഷി അമ്പാടിയും സെറ്റും ബാലു കൂടി സെറ്റ് വരികയാണ് എല്ലാം മേളം നടത്താൻ. അധ്യാപകരും പ്രധാനാധ്യാപകരും സെൽഫ് ഗവേണിംഗ് ഓഫീസർമാരായി ഉത്തരവിറക്കിയത് ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടി നമുക്ക് മറക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകൾ ഏതൊക്കെ ഗവൺമെൻറ് വിവേചനമില്ലാതെ, ചെറിയ വിവേചനം ഉണ്ടായിരുന്നു, ആ വിവേചനം ഇല്ലാതാക്കിയത് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്റാണ്. നമ്മുടെയൊക്കെ പ്രവർത്തന ഫലമായിട്ട് തന്നെ എന്തുകൊണ്ടാണ് നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു ഗവൺമെൻറ് ഉണ്ടായതുള്ളതുകൊണ്ട്. ഇപ്പോൾ ആലോചിച്ച് നോക്കാം, നിരവധി അധ്യാപകർ പള്ളിക്കുറുപ്പ് സ്കൂളിൽ അപ്രൂവൽ കിട്ടാത്ത ഒട്ടേറെ ആളുകളുണ്ട് എനിക്കറിയാം. എന്താ കാരണം? ഭിന്നശേഷി പ്രശ്നം പറഞ്ഞ് കിടക്കുകയാണ്. ഭിന്നശേഷി പ്രശ്നം ഞാൻ പറയുന്നു, ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ 1 മാസത്തിനകം നമുക്കത് തീർക്കാൻ പറ്റും. അങ്ങനെ അതിൻ്റെ ഇച്ഛാശക്തി നമുക്ക് വേണം. നമ്മൾക്കതിന് എന്താ മറുപടിയുണ്ട് ചെയ്യാൻ. എന്താ ചെയ്യാം? ഉമ്മൻചാണ്ടി തന്നെ കാണിച്ചു വന്നാൽ വെച്ച് സാധനം വെച്ച് നമുക്ക് ചെയ്യാവുന്ന കാര്യം. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് HTV വേക്കൻസി. പ്രൈമറി സ്കൂളിൽ HTV വേക്കൻസി ഉണ്ട് അല്ലേ. 100 കുട്ടിയിലധികമായ UP സ്കൂളിലും 150 കുട്ടികൾ അധികമായ LP സ്കൂളിലും ഹെഡ് മാസ്റ്റർക്ക് പകരം ഒരാളെ വയ്ക്കാം. ബാലു അഡ്മിനിസ്ട്രേറ്ററായിട്ട് ഇവിടെ മാനേജർമാർക്ക് HTV ആളെ വയ്ക്കാൻ പറ്റുമോ? ആളില്ലെങ്കിൽ നമുക്ക് ലീവ് വേക്കൻസി 7700 പോസ്റ്റിൽ നമുക്ക് ആളെ വയ്ക്കാം. ഭിന്നശേഷിക്കാരന് എത്ര ഉണ്ട് കേരളത്തിലാകെ? അത് 1000-ൽ താഴെയാണ്. പ്രൊട്ടക്ട് ടീച്ചർ എത്ര ഉണ്ട്? പ്രൊട്ടക്ട് ടീച്ചർ ഇല്ല, അപ്പോൾ കിട്ടാനില്ല പ്രൊട്ടക്ട് ടീച്ചർ. അങ്ങനെ വരാതെ ശേഷം വന്നവരുണ്ട്. ഒറ്റ മിനിറ്റ് കൊണ്ട് തീർക്കാവുന്നൊരു പ്രശ്നം. അങ്ങനൊരു കുട്ടി HMന് പകരം ഭിന്നശേഷിക്കാരൻ നമ്മുടെ വിദ്യാലയത്തിൽ വന്നാൽ ആ അധ്യയനത്തിന് ഒരു തടസ്സം ഉണ്ടാവില്ല. നമുക്കറിയാം, 4 കാലും കഞ്ഞിയും കണ്ണും ഒക്കെ ഉണ്ടായിട്ട് ക്ലാസ്സിൽ പോയി നമുക്ക് പഠിപ്പിക്കാൻ പറ്റുമോ? ഇതൊന്നുമില്ലാത്തൊരു കുട്ടി ക്ലാസ്സിൽ പോയി എങ്ങനെ പഠിപ്പിക്കും? പ്രായോഗികമായി ചിന്തിക്കാനുള്ള സാമാന്യ ബുദ്ധി ഭരണകർത്താക്കൾക്ക് വേണ്ടേ? പക്ഷേ അവർക്ക് HMന് പകരം വെച്ചാൽ ആഫീസിലിരുന്ന കുട്ടിക്ക് സഹായിക്കാൻ ഹെഡ് മാഷ് ക്ലാസ്സിൽ പോകണമെന്നില്ല. അവരുടെ പ്രശ്നം തീർന്നു, നമ്മുടെ പ്രശ്നം തീർന്നു. 1 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന പ്രശ്നമാണ്
വലിച്ചു നീട്ടി എത്ര വർഷക്കാലമായി നിയമനാംഗീകാരം കൊടുക്കാതെ, നിയമനാംഗീകാരം കൊടുക്കുന്നവർക്ക് നോഷണൽ എന്ന വാക്ക് സാങ്കല്പികം, ഇങ്ങനെ സാങ്കല്പികമായിട്ടാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചത്. നമ്മൾ സ്കൂളിൽ ചേർന്ന പോലെ കുട്ടികളെ പഠിപ്പിക്കല്ലേ, പാഠഭാഗം നോക്കല്ലേ, പരീക്ഷ നടത്തുകയല്ലേ, ഒരു കുട്ടിയെ പാസ്സാക്കല്ലേ. അവിടെ സാങ്കല്പികമാണോ? എല്ലാം സാങ്കല്പികമല്ലോ. ശരിക്കും കുട്ടിയെ പഠിപ്പിച്ച ടീച്ചർക്ക് ശമ്പളം കൊടുക്കില്ലെന്ന് പറഞ്ഞ് എന്ത് ന്യായ? അത് അന്താരാഷ്ട്ര തൊഴിൽ നിയമത്തിന് വിരുദ്ധമാണ്. ഇപ്പം മോദി പാസാക്കിയ തൊഴിൽ നിയമത്തിന് വിരുദ്ധമാണ്. ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇതൊന്നും പറഞ്ഞാൽ നമുക്ക് കൊടുക്കാവുന്ന കാര്യമുള്ളതൊക്കെ അദ്ദേഹം പറഞ്ഞു. നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന കണ്ണും കാതും ഉള്ള ഒരു സർക്കാർ അധികാരത്തിൽ വന്നാൽ നിമിഷ നേരം കൊണ്ട് തീർക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ. എനിക്ക് പ്രതീക്ഷയുള്ളത് നമ്മുടെ സർക്കാർ അധികാരത്തിൽ വരുമ്പോഴത്തേന് നമ്മുടെ സുനിൽ ഒരു പക്ഷേ ഇതിൻ്റെ പ്രസിഡൻ്റാവും. സുനിൽ പ്രസിഡൻ്റായാൽ നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങൾ തീർത്തത് പാലക്കാട്ടുകാരായ പ്രസിഡന്റുമാരാണ്. ഈ പ്രശ്നം തീർക്കാൻ അവന് സാധിക്കുമാറാകട്ടെ. ജഗദീശൻ അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. ജനുവരി 22 നടക്കുന്ന പണിമുടക്കിൽ എല്ലാ അധ്യാപകരും അണിനിരക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. ചടങ്ങിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി സുനിൽകുമാർ മുഖ്യാതിഥിയായി. ഉപജില്ലാ പ്രസിഡന്റ് എം പ്രദീപ് അധ്യക്ഷത വഹിച്ചു. നമുക്ക് കിട്ടേണ്ട DA അത് എത്ര ശതമാനമാണ് എന്ന് പോലും നമ്മൾ നോക്കാറില്ല. കിട്ടാനുള്ള DA കണക്കാക്കി കഴിഞ്ഞാൽ നമ്മൾ ഒരു മാസത്തെ ശമ്പളത്തിനേക്കാൾ കൂടുതൽ വരും. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെയുള്ള സമ്മേളനങ്ങളിലും KPST നടത്തുന്ന സമരങ്ങളിലും മറ്റു സംഘടനകളൊന്നും ഇപ്പോൾ സമരങ്ങൾ നടത്തുന്നില്ല, ആഹ്വാനങ്ങളും കള്ളപ്രചരണങ്ങളും മാത്രമാണ് നടത്തുന്നത്. നമ്മൾ ശനിയാഴ്ചകൾ വർക്കിംഗ് ഡേ ആക്കിയപ്പോൾ ആ ശനിയാഴ്ചകൾ വർക്കിംഗ് ഡേ ആക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ധർണ നടത്തുകയും സമരം നടത്തുകയും കോടതിയിൽ പോയി കേസ് നടത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരു ഭാഗത്തിരുന്നുകൊണ്ട് ഇതിനെയൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ട് അവർക്ക് പണിയെടുക്കാൻ വയ്യാത്തതുകൊണ്ടാണ് അവരെ ചെയ്യുന്നത് എന്ന് മറ്റുള്ളവരെ ധരിപ്പിച്ചുകൊണ്ട് നമ്മളെ മറ്റുള്ളവരുടെ മുമ്പിൽ അവഹരിച്ചുകൊണ്ട് ഇരുന്നിരുന്ന പല ആളുകളും കോടതിയിൽ നിന്ന് നമുക്ക് അനുകൂലമായ ഉത്തരവ് കിട്ടിയപ്പോൾ ഉപജില്ലാ സെക്രട്ടറി PK രാജീവൻ സ്വാഗതം പറഞ്ഞു. വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ചവർക്ക് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസിസ് ഭീമനാട് ഉപഹാരം നൽകി. ഗുരുശ്രേഷ്ഠ അവാർഡ് നേടിയ ബിജു അമ്പാടിക്കും APJ അബ്ദുൽ കലാം അവാർഡ് കരസ്ഥമാക്കിയ MJ സിബിക്കും തച്ചമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റായി സ്ഥാനമേറ്റെടുത്ത നൌഷാദ് ബാബുവിനുള്ള പ്രഥമ അനുമോദനവും സ്വീകരണവും KPSTA സമ്മേളനത്തിൽ വെച്ച് നടത്തി. KPCC സെക്രട്ടറി P ഹരിഗോവിന്ദൻ ഉപഹാരം നൽകി. LSS, USS, SSLC, +2 വിഭാഗത്തിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. സ്റ്റേറ്റ് ശാസ്ത്രോത്സവത്തിലെ വിജയികളായ സച്ചിനെയും ഹെമി ജെയിംസിനെയും ചടങ്ങിൽ അനുമോദിച്ചു. കാരാക്കുറിശി ഗ്രാമപഞ്ചായത്ത് അംഗം M ജയകൃഷ്ണൻ, റവന്യൂ ജില്ലാ പ്രസിഡന്റ് ഷാജി S തെക്കേതിൽ, മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് KG ബാബു, സംസ്ഥാന കമ്മിറ്റി അംഗം ബിജു ജോസ്, സംസ്ഥാന സർവീസ് സെൽ കൺവീനർ ബിജു അമ്പാടി, റവന്യൂ ജില്ലാ വൈസ് പ്രസിഡന്റ് P മനോജ് ചന്ദ്രൻ, റവന്യൂ ജില്ലാ ജോയിന്റ് സെക്രട്ടറി R ജയമോഹൻ, വിദ്യാഭ്യാസ ജില്ലാ സെക്രട്ടറി UK ബഷീർ, വിദ്യാഭ്യാസ ജില്ലാ ട്രഷറർ MN മണികണ്ഠൻ, റവന്യൂ ജില്ലാ ഓഡിറ്റർ നൌഫൽ താളിയിൽ, ജില്ലാ കൗൺസിലർ NV ജയരാജൻ, ജില്ലാ കൗൺസിലർമാരായ P രമ, P സുധീർ, ഉപജില്ലാ ജോയിന്റ് സെക്രട്ടറി M ഹരിദേവ്, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം G രാജലക്ഷ്മി എന്നിവർ സംസാരിച്ചു. M ഷാഹിദ് നന്ദിയും പറഞ്ഞു. തുടർന്ന് പുതിയ കൗൺസിൽ യോഗവും തെരഞ്ഞെടുപ്പും നടന്നു. M പ്രദീപിനെ പ്രസിഡന്റായും PK രാജീവിനെ സെക്രട്ടറിയായും M ഷാഹിദിനെ ട്രഷററായും പുതിയ ഭാരവാഹികളായി തെരഞ്ഞെടുത്തു. പ്രമോദ് വർഗീസ്, സലീമ, ജയകൃഷ്ണൻ, പ്രേംലാൽ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും തെരഞ്ഞെടുത്തു. ഉമ്മുക്കുൽസു, M ഹരിദേവ്, റൽബിൻ M, K ഇബ്രാഹിം എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും തെരഞ്ഞെടുത്തു.
ഞാൻ തെറ്റി പറഞ്ഞതല്ല, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട്. അബൂബക്കർ സാറ് സത്യവാചകം ചൊല്ലി അധികാരമേറ്റിരിക്കുക. അതിലെ ആദ്യത്തെ സ്വീകരണ യോഗമാണ് KPST എന്ന് പറയുന്ന അധ്യാപക സംഘടന മണ്ണാർക്കാട് ഉപജില്ല നൽകിയ ഈ സ്വീകരണം. എൻ്റെ മനസ്സിലും ചരിത്രത്തിലും എഴുതപ്പെടുന്ന ഒരു സ്വീകരണമായിട്ട് ഞാൻ ഇതിനെ എന്നും ഓർക്കുമെന്ന് പറയാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. കൊടിയുടെ നിറം നോക്കാതെ ഭരിക്കുന്ന ഭരണാധികാരികളെ നോക്കാതെ എന്നും എപ്പോഴും അധ്യാപകരുടെയും ജീവനക്കാരുടെയും സേവന വേതന വ്യവസ്ഥകൾ കവർന്നെടുക്കുമ്പോൾ യുദ്ധം ചെയ്യുന്ന ഏക പ്രസ്ഥാനമുണ്ടെങ്കിൽ നെഞ്ചി വിരിച്ച് പറയാം, പഞ്ചാക്ഷര മന്ത്രമുള്ള KPST മാത്രമുള്ളൂ എന്ന് പറയാം. ഈ അവസരത്തിലേക്ക് ഒരുപാട് കാര്യങ്ങൾ KPST കുറിച്ച് പറഞ്ഞു. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഭക്ഷണം റെഡിയായിട്ടുണ്ട്, വിശപ്പും ഉണ്ടാവും. ഞാൻ ഏപ്രിൽ മെയ് മാസത്തിലാണ് തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിൽ നിന്ന് ജയിച്ചു കഴിഞ്ഞ അന്നത്തെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇടതുപക്ഷ ചിന്താധികാരനായ LDF മെമ്പറായ ജോസേട്ടൻ മരണപ്പെടുക. അപ്പോഴാണ് ഏപ്രിൽ മെയ് മാസത്തിൽ ബഹുമാനപ്പെട്ട VK ശ്രീകണ്ഠൻ പാർലമെന്റ് ഇലക്ഷനുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്കൊരു ചാൻസ് എടുത്തല്ല. ഞാനങ്ങനെ ശ്രീകണ്ഠന്റെ പ്രചരണവുമായി 5-ാം വാർഡിലേക്ക് കയറുകയാണ്. 3-ാം വാർഡിന്റെ പ്രതിനിധിയായിട്ട് കഴിഞ്ഞ വർഷത്തെ ഭരണസമിതിയിലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി 5 വർഷക്കാലം ഉണ്ടായിരുന്നു. പിന്നെ മത്സരരംഗത്തേക്ക് ഇല്ലാന്ന് പറഞ്ഞിട്ട് പ്രാവശ്യം ഒഴിഞ്ഞു നിന്നതാണ്. കാരണം തുടർച്ചയായി വിദ്യാലയത്തിൽ നിന്ന് പോകാണ്ടി വന്നാൽ നമ്മൾ പിന്നെ പവർ പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് പറ്റിയില്ലെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞാലോ. അങ്ങനെ 5-ാം വാർഡിലേക്ക് പാർലമെന്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം പാറ്റ അമ്പലപ്പടി സൈഡ് എൻ്റെ വീട്ടിൽ നിന്ന് 3-ാം വാർഡ് കഴിഞ്ഞ് 4-ാം വാർഡ് കഴിഞ്ഞിട്ടാണ് 5-ാം വാർഡ്. തീരെ പരിചയമില്ല, കുറച്ച് ആളുകൾക്ക് അറിയാം, എന്നാൽ ആഴ്ന്നിറങ്ങി പരിചയമില്ല. അങ്ങനെ പാർലമെന്റ് ഇലക്ഷനുമായി ഞാൻ അങ്ങോട്ട് കടന്നു ചെല്ലുകയാണ്. ഞാൻ പോകുമ്പോൾ ഞാനൊരു കോൺഗ്രസ്സുകാരനാണല്ലോ. ആ 5-ാം വാർഡ് എന്ന് പറഞ്ഞാൽ 1979 തച്ചമ്പാറ പഞ്ചായത്ത് രൂപീകൃതമായതിനു ശേഷം ഇതുവരെയും UDF ജയിക്കാത്ത വാർഡാണ്. ഏകദേശം 46 വർഷം LDFന്റെ സ്ഥിരമായ കണ്ണൂർ പോലെയുള്ള സ്ഥിരമായ വാർഡാണ് തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ LDFന്റെ 5-ാം വാർഡ്. ഞാൻ പോകുമ്പോൾ വീട്ടമ്മമാർ പുറംതിരിഞ്ഞു നിൽക്കുന്നു, കുട്ടികൾ പുറഞ്ഞു നിൽക്കുന്നു, ചെറുപ്പക്കാർ പുറഞ്ഞു നിൽക്കുന്നു. അപ്പൊ ഞാൻ അങ്ങോട്ട് കയറി ചെന്ന് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിക്കും. അങ്ങനെ ചായ തരാൻ വേണ്ടി പറയും, വിശപ്പുണ്ടെങ്കിൽ കുറച്ച് ചോറ് തരാൻ പറയും. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാനങ്ങനെ പാർലമെന്റ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കയറി ഇറങ്ങി. ജൂൺ മാസത്തിൽ മെയ് കഴിഞ്ഞ് ജൂൺ ആകുമ്പോഴേക്ക് ഇലക്ഷൻ ഡിക്ലറേഷൻ. അങ്ങനെ ഇലക്ഷനായി. ഞാൻ ഒരു ദിവസം എൻ്റെ പ്രവർത്തകർ എല്ലാവരും കൂടി മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ വൈകുന്നേരം ഒരു 8 മണിയാകുമ്പോൾ ഈ വോട്ടർ പട്ടിക പഠിക്കുന്നതിന് വേണ്ടിയിരുന്നു. നമ്മളെല്ലാവരും അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. വോട്ടർ പട്ടിക പഠിച്ചപ്പോൾ 1332 വോട്ടിൽ 232 വോട്ട് UDFന്, 1332 വോട്ടിൽ ആകെ 232 വോട്ടുകൾ UDFന്, രാജേന്ദ്രേട്ട. 880 വോട്ടോളം LDFന്. തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും ഭൂരിപക്ഷം, ഏറ്റവും കൂടുതൽ വോട്ടുള്ള BJPക്ക് വോട്ടുള്ള സ്ഥലമാണ് 5-ാം വാർഡ്, 232 വോട്ട്. ബാക്കി അതേഴ്സ്. ഞാൻ പറഞ്ഞ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റിനോട് ഞാൻ മത്സരിച്ചാലേ 500 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കിട്ടും. കാരണം കഴിഞ്ഞ പ്രാവശ്യം 262 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച വാർഡാണ്. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ഇംപെക്സ് മാട്രസ്, മണ്ണാർക്കാട് റോഡ്, കരിങ്കല്ലത്താണി. പുതിയ രീതിയിലുള്ള കിടക്കകളുടെ വൻ ശേഖരവുമായി ഇംപെക്സ് മാട്രസ് കമ്പനി ഔട്ട്ലെറ്റ്, കരിങ്കല്ലത്താണിയിൽ. മൊബൈൽ 9526100066.